ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ സിപിഎമ്മുമായി ഇടഞ്ഞ നടൻ പ്രേംകുമാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കോൺഗ്രസ്. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പ്രേംകുമാറുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. പ്രേംകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനും നീക്കമുണ്ട്. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ സർക്കാരിനെതിരെ തുറന്നടിച്ച പ്രേംകുമാറിനെ ചേർത്ത് നിർത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാളയത്തിൽ മത്സരിപ്പിക്കാൻ നേതാക്കൾ പ്രേംകുമാറുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്നാണ് സൂചന. നാളെ കെ.സി. വേണുഗോപാൽ പ്രേംകുമാറുമായി സംസാരിക്കും. നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട മണ്ഡലങ്ങളാണ് നിലവിൽ പരിഗണനയിൽ. അതേസമയം രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കാൻ താൽപര്യമില്ലെന്ന് പ്രതികരിച്ച പ്രേംകുമാർ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലെന്നും പറഞ്ഞു. നാളെ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കില്ല എന്നൊന്നും എനിക്കിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവനിശ്ചയപ്രകാരം ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഞാൻ അതിനോടൊപ്പം നിന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. പുറത്താക്കൽ സ്വാഭാവിക നടപടിയെന്ന സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണത്തിനുള്ള മറുപടി ഇങ്ങനെ: വേറെയും കുറെ അക്കാദമികളുണ്ട്. അതിൽ ഏതൊക്കെ അക്കാദമികളിലാണ് സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് കാലാവധി കഴിഞ്ഞ ഉടനെ ചെയർമാൻമാരെ മാറ്റിയിട്ടുള്ളത്? സച്ചിദാനന്ദനും പ്രേംകുമാറിനും ഒരേ നീതിയെന്നാണ് എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയാണ്, ഒരു വ്യത്യാസമില്ല. ആരും പ്രേംകുമാറായാലും സച്ചിദാനന്ദനായാലും ഒക്കെ. അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി 6 മാസങ്ങൾക്ക് ശേഷമാണ് സർക്കാരിനെ വിമർശിച്ച് പ്രേംകുമാർ രംഗത്തു വരുന്നത്. പ്രേംകുമാറിന്റെ അതൃപ്തിയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു CPM നേതാക്കളുടെ നിലപാട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.